ഉപ്പുതറ ആലടി കൂരാമ്പാറ മേരുകുളം റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിട്ടതാണ് റോഡ് തകരാൻ കാരണം. 1.5 മാസത്തോളം ഭാരവാഹനങ്ങൾ ഓടിയതോടെയാണ് റോഡ് പൂർണ്ണമായും തകർന്നത്. നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് തകർന്നു കിടക്കുന്നത്. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭാരം കൂടിയ വാഹനങ്ങൾ ഇതുവഴി ഓടിയാണ് റോഡിന് ഈ ദുരവസ്ഥ ഉണ്ടായത്. നാട്ടുകാരും പഞ്ചായത്തും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും വലിയ കുഴികൾ അടയ്ക്കാൻ പോലും മലയോര ഹൈവേ വിഭാഗം തയ്യാറായില്ല. ഇക്കാര്യം കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയും ഉണ്ടായിട്ടില്ല. മഴ പെയ്താൽ റോഡിന്റെ മിക്ക ഭാഗങ്ങളും വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവും. ചെറുവാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്നതും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കാൽനട യാത്രയും ദുഷ്കരമാണ്. വെയിലായാൽ പൊടിശല്യവും രൂക്ഷമാണ്. പ്രസിഡന്റ് ആരോട് ചോദിച്ചാലും അവർ പറയുന്നത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ പരാതിയില്ലല്ലോ, ആർക്കും പരാതിയില്ലല്ലോ, ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് എന്നും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. വീണ്ടും ഇതൊരു വിധത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ വയ്യാത്ത രീതിയിൽ വളരെ ദുർഘടമായിട്ട് കിടക്കുക. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇവിടെ ഈ കാണുന്ന ഭാഗം ഇങ്ങോട്ട് ചെളി കയറിയിട്ട് ഒരു കാരണവശാലും ഇതിലെ വണ്ടി പോകാൻ വയ്യാത്തൊരവസ്ഥ. ഇത് ഒരുവിധം വണ്ടി പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ കുറച്ച് മക്ക കൊണ്ടുവന്നിട്ടിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞിരിക്കാറുണ്ട്. 15 വർഷം മുമ്പ് PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണിത്. ഇതിന്റെ ഏറ്റവും തകർന്ന ഭാഗം കഴിഞ്ഞ വർഷം 19 ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്യുകയും 500 മീറ്ററോളം ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ടാറിംഗും തകർന്നു. നിലപ്പേക്കട, ആറേക്കൽ, ചെറുനായിക്കൻകുടി, കൂരാമ്പാറ, ആൽഡിക്കുന്ന്, വേലപ്പംകുന്ന്, കുരിശുമല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് നാട്ടുകാർക്ക് ആൽഡി ആശുപത്രിയിലേക്ക് പോകാനുള്ള മാർഗമാണ് തകർന്നു കിടക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.